ഹലോ എവ്രി വൺ. അങ്ങനെ കൊത്തഗിരിയിൽ നിന്ന് നേരെ പിന്നെ ഞങ്ങൾ ഊട്ടിയിലേക്കാട്ടോ വന്നത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഊട്ടിയിലെ ടോയ് ട്രെയിൻ യാത്രയാട്ടോ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാം. ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം നമുക്ക് വീഡിയോ കണ്ടാലോ. ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ ഊട്ടിയിലേക്കാണ്. ഐസിൻ്റെ ഇവിടുന്ന് കാർട്ടൂൺ കാണുന്നുണ്ട്. ഷൂസൊക്കെ റെഡിയാക്കുന്ന നമ്മളെ വണ്ടി അവിടെ തന്നെ ഉണ്ട് കേട്ടോ. രാവിലെ ഇവിടെ ഭയങ്കര 2-3 മൈലെല്ലാം ഉണ്ടായിരുന്നു പുറത്ത്. ഇവർക്ക് ഇതെല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ ഇതാ റെഡിയായി. ഇനി എന്തായാലും നേരെ ഊട്ടിയിലേക്ക്. അങ്ങനെ കൊത്തഗിരിയോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് നേരെ ഊട്ടിയിലേക്ക് പുറപ്പെട്ടു. മെല്ലെ ആട്ടോ ഞങ്ങൾ ഡ്രൈവ് ചെയ്തിട്ടുണ്ടായത്. ആ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് നല്ല അടിപൊളി ഡ്രൈവ് തന്നെയാട്ടോ അത്. ഇന്ന് ഊട്ടിയിൽ ടോയ് ട്രെയിനിൽ മാത്രം പോവാന്നാട്ടോ ഞങ്ങളുടെ മനസ്സിലുണ്ടായത്. അതുകൊണ്ട് തന്നെ സ്ലോ ആയിട്ട് നല്ല റിലാക്സ് ആയിട്ട് തന്നെയാട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായത്. അങ്ങനത്തെ കുറച്ച് നേരത്തെ നല്ല അടിപൊളി ഡ്രൈവിന് ശേഷം ഞങ്ങളിത് ഊട്ടിയിൽ എത്തിയിട്ടുണ്ട്. അവിടുന്ന് മസാല ദോശ തന്നെ കഴിക്കാൻ വിചാരിച്ചിട്ട് അത് തന്നെ ഓർഡർ ചെയ്തിട്ടോ. അങ്ങനെ പിന്നെ റൂമിലെത്തി കുറച്ച് നേരം റിലാക്സ് ചെയ്തതിന് ശേഷം ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ കേട്ടോ ഞങ്ങൾ പിന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ടായത്. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെ പാർക്കിംഗ് ഉള്ളതുകൊണ്ട് അവിടെ പാർക്ക് ചെയ്തിട്ട് ആ ഒരു ബാക്ക് സൈഡിലോട്ട് കേട്ടോ ഞങ്ങൾ അവിടത്തേക്ക് പോയിട്ടുണ്ടായത്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ പോകുമ്പം ചെറിയൊരു ടെൻഷനും കൂടി ഉണ്ടായിരുന്നു. ടിക്കറ്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ഓൾറെഡി ടിക്കറ്റ് ബുക്കൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇവിടെ വന്നിട്ട് എടുക്കാൻ തന്നെയാണെന്ന് വിചാരിച്ചത്. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ അകത്തേക്ക് കയറുമ്പോൾ അവിടെ ഇങ്ങനെ ബോർഡ് വെച്ചിട്ടുണ്ട്. അതായത് ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് റേറ്റും സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് റേറ്റും അതുപോലെ തന്നെ ട്രെയിനിൻ്റെ ടൈമും കൂടിയുള്ളൊരു ബോർഡ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടായത് ഞങ്ങൾ മുന്നേ ഓൺലൈനിൽ നോക്കിയപ്പോഴും കണ്ടിട്ടുണ്ടായിരുന്നു ഊട്ടി ടു കൂനൂർ അതായത് 5:30 ഒരു ട്രെയിൻ ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ 4 മണിക്ക് തന്നെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിൽ വന്നു കഴിഞ്ഞാൽ ടിക്കറ്റ് എന്തായാലും നമുക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ കുറച്ച് മുന്നേ തന്നെ ഇവിടത്തേക്ക് എത്തിയത്. പിന്നെ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്ത് കൺസ്ട്രക്ഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ക്യൂ നിൽക്കാനൊക്കെ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ. അങ്ങനെ എന്തോ ഭാഗ്യത്തിന് അപ്പം നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് ആട്ടോ എടുത്തത്. അതായത് ഒരാൾക്ക് 290 റുപ്പീസാണ് വരുന്നത്. സെക്കൻഡ് ക്ലാസ് ആണെങ്കിൽ 80 റുപ്പീസ് ആട്ടോ വരുന്നത്. ഉദകമണ്ഡലം ടു കൂനൂർ. അതുപോലെ ഒരാൾക്ക് 4 ടിക്കറ്റ് മാത്രമേ ഇവിടെ എടുക്കാൻ വേണ്ടി പറ്റൂ. അപ്പോൾ ഇവിടെ പോകുന്നവർ അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്യുക. അതായത് കുറേ ആൾക്കാരുണ്ടെങ്കിൽ 2-3 ആളെങ്കിലും ക്യൂ നിൽക്കേണ്ടി വരും. ഞങ്ങളുടെ ട്രെയിൻ ഒരു 5:30 ആകുമ്പോഴേക്കും എത്തും. ഇപ്പോൾ ഒരു 4:45 ആയിട്ടുള്ളൂ. അതുകൊണ്ട് അവിടുത്തെ ക്യാൻറ്റീനിൽ കയറിയിട്ട് നല്ലൊരു ചൂട് കോഫിയും പരിപ്പ് വടയും കഴിച്ച് അങ്ങനെ അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. ഐസിന് പുതിയ ടോയ് ഇത് കാണിച്ചു കൊടുക്കാം. പ്രസ് ചെയ്. അടിപൊളി. പിന്നെ എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ഫ്രൈഡേ ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയെന്നുള്ളതാട്ടോ. ഞങ്ങൾക്ക് മുന്നേ തന്നെ കുറച്ച് ആൾക്കാരെ ഉണ്ടായിട്ടുള്ളൂ അവിടെ. സാറ്റർഡേ സൺഡേ ഒക്കെ നല്ല തിരക്ക് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ടിക്കറ്റ് വേണമെന്നുള്ളവർ ഒന്നുകിൽ ഓൺലൈൻ ബുക്ക് ചെയ്യുക. അത് കുറച്ച് മുന്നേ തന്നെ ബുക്ക് ചെയ്യണം. അല്ലെങ്കിലും അതും ടിക്കറ്റ് അവൈലബിൾ ആയിരിക്കില്ല. അങ്ങനത്തെ കുറച്ച് ടൈം വെയിറ്റ് ചെയ്തതിന് ശേഷം ട്രെയിൻ ഇതാ ഞങ്ങളുടെ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഊട്ടിയിലേക്കുള്ള യാത്ര പുറപ്പെടുമ്പോൾ എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ എന്തായാലും ടോയ് ട്രെയിൻ യാത്ര എന്തായാലും പോകണം എന്നുള്ളത്. ഞങ്ങൾ അപ്പോഴേ ഓൺലൈൻ ടിക്കറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ സീറ്റ് ഫുള്ളായി നാട്ടോ കണ്ടത്. അങ്ങനെയാണ് ഇവിടെ വന്നിട്ട് ബുക്ക് ചെയ്യാൻ വിചാരിച്ചത്. പക്ഷെ കിട്ടുന്ന പ്രതീക്ഷിച്ചില്ല. കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പി. ഐസിയും ഭയങ്കര ഹാപ്പി ആട്ടോ. അവർക്ക് ഈ ട്രെയിൻ യാത്ര ഭയങ്കര ഇഷ്ടമാവില്ല കുട്ടികൾക്ക്. അങ്ങനെ കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഒന്നിച്ചുള്ള പാസഞ്ചേഴ്സും ഒക്കെ എത്തി. അങ്ങനെ ഇത് ട്രെയിൻ മൂവ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഞാനാട്ടോ ഫസ്റ്റ് വിൻഡോ സീറ്റിലിരുന്നത്. എന്തായാലും ആ കാഴ്ചകൾ കാണുമ്പം വേറെ തന്നെ ഒരു ഫീലായിരിക്കുമല്ലോ. അങ്ങനെ ഫസ്റ്റ് കുറച്ച് ടൈം ഞാനിരുന്നു. പിന്നെ ജുബർക്ക് ഇരിക്കുക കേട്ടോ ചെയ്തത്. ഹൈജീനും കൂടി കുറച്ച് ടൈം ഇരുന്നിട്ടുണ്ടേനു.
ഒരു യാത്രയിൽ കാണുന്ന കാഴ്ചകളൊക്കെ ഞങ്ങൾ നല്ലോണം ആസ്വദിച്ചിട്ടുണ്ട്. വീഡിയോയിൽ കാണിക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ടാവുമല്ലോ എന്തായാലും. കുറച്ച് ടൈം മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ, ബാക്കി പിന്നെ ഞങ്ങൾ ആസ്വദിക്കുക തന്നെയാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ 1-2 സ്റ്റേഷനിൽ ട്രെയിൻ കുറച്ച് ടൈം നിർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കുറച്ച് ടൈം കണ്ടപ്പോൾ വീണ്ടും ട്രെയിൻ മൂവ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ 7 വർഷത്തിന് മുന്നേയും ഇപ്പോഴും എനിക്ക് ഈ ഒരു ട്രെയിൻ യാത്ര നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്. എന്താ പറയുക ഇപ്പോൾ പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല എന്നൊക്കെ പറയാം. അത്രയും എനിക്ക് എന്താണെന്നറിയില്ല, ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിന്. ആ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ മെല്ലെ സ്ലോലി ഇങ്ങനെ ട്രെയിൻ മൂവ് ചെയ്യുന്നതും ഒക്കെ കാണുമ്പോൾ എന്തോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരത്തെ ഈ ഒരു നല്ലൊരു ട്രെയിൻ ജേണി ആസ്വദിച്ചുകൊണ്ട് ഞങ്ങളിതാ കൂനൂർ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ ഒരു ടൈം ഒരു 7 o'clock ആണെന്ന് തോന്നുന്നു ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായത്. പിന്നെ ഒരു കാര്യം, ഇവിടുന്ന് അങ്ങോട്ട് തിരിച്ച് ട്രെയിനില്ല. ഇനി ഇവിടുന്ന് ഊട്ടിയിലേക്ക് ബസ്സിലാട്ടോ പോകേണ്ടത്. ഇവിടുന്ന് ബസ്സിനല്ലേ തിരിച്ചങ്ങോട്ടേക്ക്. പിന്നെ ഈ ഒരു ടിക്കറ്റ് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താണെന്നറിയില്ല, എനിക്കെന്തോ അത് വെക്കണം തോന്നി അങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാട്ടോ കൂനൂർ റെയിൽവേ സ്റ്റേഷൻ. ഇവിടുന്ന് ഊട്ടിയിലേക്ക് ഒരു ഏകദേശം ഒരു 19 കിലോമീറ്റർ ആട്ടോ ഉള്ളത്. പക്ഷെ ഓട്ടോ ഒന്നും പോകുന്നില്ല, ടാക്സി ഉണ്ട്. 1000 രൂപ അവർ ചാർജ് പറഞ്ഞിട്ടുണ്ടായത്. പിന്നെ ഞങ്ങൾ ബസ് ജേർണി കൂടി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വെച്ചിട്ട് ബസ്സിലാട്ടോ പോയത്. കുറച്ച് ടൈം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത്രയും തിരക്കുള്ളതുകൊണ്ട് തന്നെ. അങ്ങനെ ഇത് കൂനൂർ റെയിൽവേ സ്റ്റേഷനിൽ കൂടി കണ്ട് ഞങ്ങൾ ബസ് കയറി നേരെ ഊട്ടിയിലേക്ക് പോയി. അങ്ങനെ ഇത് ഊട്ടിയിലെത്തുമ്പോൾ ഏകദേശം 9 o'clock ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കൂനൂർ നെഞ്ചസ് ചായയൊക്കെ കുടിച്ച് കുറച്ച് ടൈം അവിടെ നിന്നിട്ടാട്ടോ ബസ്സൊക്കെ കയറിയത്. പിന്നെ കുറച്ച് ബ്ലോക്ക് കൂടി ഉണ്ടായതുകൊണ്ട് ഇത്രയും ലേറ്റ് ആയത്. അങ്ങനെ പിന്നെ ഞങ്ങൾ എത്തിയത് ഊട്ടിയിലെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ബിരിയാണി സ്പോട്ട് കിട്ടുന്നൊരു പ്ലേസ് ഉണ്ട് എന്നിട്ട് വന്ന കേട്ടോ. വേൾഡ്സ് ബെസ്റ്റ് ബിരിയാണി എന്ന് അവിടെ ഉണ്ടായത്. ആസിഫ് റെസ്റ്റോറൻ്റ് ആട്ടോ ഇത്. അപ്പോൾ ഇവിടെ നിന്ന് എന്തായാലും ബിരിയാണി ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടേക്ക് വന്നത്. സ്പെഷ്യൽ ചിക്കൻ 65 ബിരിയാണി ട്രൈ ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായത് ചിക്കൻ 65 ബിരിയാണിയും പിന്നെ ഐസിക്ക് നൂഡിൽസ് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് അതുകൂടിയാട്ടോ ഓർഡർ ചെയ്തത്. പിന്നെ നമ്മുടെ നാടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ ബിരിയാണിക്കൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് തന്നെ ഉണ്ടായിരുന്നു. ഏകദേശം 320, 340, 360 ആ ഒരു റേഞ്ചിലാട്ടോ ബിരിയാണിയൊക്കെ ഉണ്ടായത്. പിന്നെ അത് നോക്കിയിട്ട് കാര്യമില്ലല്ലോ, ഓരോ സ്ഥലത്തും ഓരോ പ്രൈസും ഓരോ ടേസ്റ്റും ഒക്കെ ആയിരിക്കുമല്ലോ. പക്ഷെ ഫുഡിൻ്റെ കാര്യം ഒരു രക്ഷയില്ല കേട്ടോ. ആ പൈസക്ക് വേർത്ത് എന്ന് തന്നെ പറയാം. അത്രയും അടിപൊളിയായിരുന്നു. പിറ്റേന്ന് ഞങ്ങൾ ഉച്ചക്ക് ഇവിടെ വന്നിട്ട് തന്നെ ബിരിയാണി തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത്രയും അടിപൊളിയായിരുന്നു. പിന്നെ ഹൈസിന് നൂഡിൽസ് വന്നപ്പോൾ ആള് പിന്നെ ഒന്നും നോക്കിയില്ല, വിശക്കുന്നതെന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ കഴിക്കാൻ തുടങ്ങി. ഞങ്ങളും കുറച്ച് ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. ബിരിയാണി പോലെ തന്നെ ഇതും അടിപൊളിയാട്ടോ. അങ്ങനെ ഞങ്ങൾ ബിരിയാണി കൂടി വന്നപ്പോൾ അതും അടിപൊളി ടേസ്റ്റിന് കേട്ടോ. കാണുന്ന കേട്ടോ ബിരിയാണി. പിന്നെ ഇത് കണ്ടോ ഈ കച്ചമ്പറൊക്കെ ഇട്ട് വെച്ച പാത്രം, അത് കാണാൻ നല്ലില്ലേ, അതുപോലെ അടിപൊളി ടേസ്റ്റ് ആട്ടോ. അങ്ങനെ വയറും മനസ്സും നിറഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ ഒരു ടോയ് ട്രെയിൻ യാത്ര ഇത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ ഇനി നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് ഊട്ടിയിലെ വേറെയും വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.